നാറ്റോ മെമ്പർഷിപ്പ് ഞങ്ങൾ നഷ്ടപ്പെടുത്താൻ തയ്യാറാണ്. ഇതിനുശേഷം നാറ്റോ ഞങ്ങൾക്ക് ആവശ്യം ഇല്ല. ഞങ്ങൾക്ക് ആവശ്യമായ സെക്യൂരിറ്റി ഗ്യാരണ്ടി നൽകിയാൽ മതിയെന്ന് സെലൻസ്കി ആദ്യമായി അറിയിച്ചു. നാറ്റോ മെമ്പർഷിപ്പ് ഞങ്ങൾക്ക് വേണ്ട എന്ന് ആദ്യമായി പബ്ലിക്കായി അനൗൺസ് ചെയ്തു. എന്നാൽ അതേ സമയത്ത് റഷ്യ പറഞ്ഞത് സമാധാന ചർച്ചയുടെ പേരിൽ റഷ്യ ഒരു പരിധിവരെ മാത്രമേ സമാധാനമായിരിക്കുകയുള്ളൂ. അതിനുശേഷവും റഷ്യയുമായി ഒരു സമാധാന ചർച്ച നടത്തിയിട്ട് ഉക്രൈനെ ആം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പക്കലുള്ള ഫുൾ ഫോഴ്സ് ഉപയോഗിച്ച് ഉക്രൈനുള്ളിലെ എത്രത്തോളം പ്രദേശം പിടിച്ചെടുക്കാൻ കഴിയുമോ അത്രയും പിടിച്ചെടുക്കുമെന്ന് അമേരിക്കയ്ക്ക് നേരിട്ടൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മെർസനറീസ്, കൂലിക്കായി യുദ്ധം ചെയ്യാൻ വരുന്ന വ്യക്തികൾ, ഇവർ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും 2 ഭാഗത്തിന് വേണ്ടിയും യുദ്ധം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്ത ഒരു 500,000-ഓളം പേർ ഉക്രൈന്റെ പക്കൽ അകപ്പെട്ടിട്ടുണ്ടാകാം. അതുപോലെ ഉക്രൈനുള്ളിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന 2000-ലേറെ പേർ, ഇത് സൗത്ത് ആഫ്രിക്കയിലുള്ളവർ, വീണ്ടും പല രാജ്യങ്ങളിലെ മെർസനറീസ് റഷ്യൻ കൈകളിൽ അകപ്പെട്ടതായി സ്കൈ ന്യൂസിൽ ഒരു ആർട്ടിക്കിൾ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. പുടിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്നും നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം. എന്നാൽ അതിനു മുൻപ് സെലൻസ്കിയുടെ ഈ ഒരു വാർത്ത നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെന്റിന് പിന്നിലുള്ള പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ. ഉക്രൈൻ പ്രസിഡന്റ് ആയിട്ടുള്ള സെലൻസ്കി ഒരു ദിവസം മുൻപ് ഒരു കാര്യം പറയുന്നു. അവരുടെ രാജ്യത്തിനുള്ളിലുള്ള ഒരു വാർത്താ മാധ്യമത്തോട് പറഞ്ഞതാണ്, നാറ്റോ മെമ്പർഷിപ്പിൽ നിന്നും ഉക്രൈൻ എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് വരാൻ തയ്യാറാണ്. എന്നാൽ ഞങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം, ഞങ്ങൾക്ക് ആവശ്യമായ സെക്യൂരിറ്റി ഗ്യാരണ്ടി നൽകണം. നാറ്റോയിൽ നിങ്ങൾ ചേർത്തില്ലെങ്കിൽ കൂടിയും പ്രശ്നം ഇല്ല, പക്ഷേ നാറ്റോയെ പോലെ തന്നെ ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി ഞങ്ങൾക്ക് വേണം. നിങ്ങൾ ഞങ്ങൾക്ക് ആയുധങ്ങൾ നൽകേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ സൈനികരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തേണ്ട ആവശ്യവും ഇല്ല. എന്നാൽ നാളെ ഉക്രൈൻ വീണ്ടും ഒരു ആക്രമണത്തിന് ഇരയാവുകയാണെങ്കിൽ നാറ്റോ രാജ്യങ്ങൾ ഉക്രൈന് വേണ്ടി കളമിറങ്ങും എന്നുള്ള ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി നൽകണം എന്നാണ് ആവശ്യം അറിയിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇതെങ്ങനെയാണെന്ന് അറിയണ്ടേ? എനിക്ക് നാറ്റോ വേണ്ട, നാറ്റോയുടെ പേരും വേണ്ട, പക്ഷെ അതിന് പിന്നിലുള്ള സെക്യൂരിറ്റി ഗ്യാരണ്ടി വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പ്രാക്ടിക്കലി എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല. കാരണം നാറ്റോയ്ക്കുള്ളിൽ ഒരു പ്രധാനപ്പെട്ട സവിശേഷത തന്നെ അവർക്കുള്ളിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് പ്രശ്നം വരികയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും അകത്തേക്ക് കടക്കണം എന്നുള്ളതാണ്. ആ ആവശ്യമാണ് ഇപ്പോൾ സെലൻസ്കിയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് പകരം എനിക്ക് നാറ്റോയിൽ ചേർന്നാൽ മതി എന്ന് പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം ആദ്യമായി നാറ്റോ വേണ്ട എന്ന് പറഞ്ഞത് തന്നെ ഈ യുദ്ധത്തിന്റെ സമാധാന ചർച്ചകളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിട്ടാണ് കാണുന്നത്. ഇതിന് പാരലലായി നടന്ന മറ്റൊരു കാര്യം പുടിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പുടിൻ അവരുടെ രാജ്യത്തെ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ വ്യക്തമായി പറഞ്ഞു, ഉക്രൈനുള്ളിൽ റഷ്യക്കാർ യുദ്ധം ചെയ്യുകയാണ്. പഴയ ഉക്രൈൻ എന്നത് റഷ്യയുമായി ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഉള്ളപ്പോൾ ഉക്രൈനുള്ളിൽ റഷ്യയ്ക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. സോവിയറ്റ് കാലഘട്ടത്തിൽ റഷ്യയുമായി ഉക്രൈൻ ഒന്നായിരുന്നെങ്കിൽ ഇന്ന് അവർ പ്രത്യേക ഒരു രാജ്യമാണ്. എന്നാൽ റഷ്യക്കാർക്ക് അവിടെ പ്രശ്നമുണ്ടാകുന്നു. റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾക്ക് ഉക്രൈൻ വീണ്ടും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ തുടർന്നു കൊണ്ടുപോവുകയാണ്. മാത്രവുമല്ല, ഇന്ന് യുദ്ധക്കളത്തിൽ ഞങ്ങളാണ് പൊങ്ങി നിൽക്കുന്നത്. ഞങ്ങൾ ഉക്രൈൻ ഭൂപ്രദേശം ഒരുപാട് ഞങ്ങളുടെ കൈവശം വച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈസ്റ്റേൺ ഫ്രണ്ട് മുഴുവനും ഞങ്ങളുടെ സൈനികർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ബാറ്റിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. ഉക്രൈൻ പെട്ടെന്നൊരു സമാധാന ചർച്ചയ്ക്ക് സമ്മതിച്ചില്ല. അല്ലെങ്കിൽ റഷ്യ പിടിച്ചു വച്ചിരിക്കുന്ന പ്രദേശങ്ങൾ റഷ്യയ്ക്ക് തന്നെയാണ് സ്വന്തം എന്ന ഒരു അറിയിപ്പ് പുറത്തുവിട്ടില്ലെങ്കിൽ വീണ്ടും ഭൂപ്രദേശങ്ങൾ നഷ്ടപ്പെടുത്താൻ ഉക്രൈൻ തയ്യാറാകണം എന്ന് ആദ്യമായി തുറന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനു മുൻപ് ഏതൊരു സ്റ്റേറ്റ്മെന്റിലും പുടിൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. റഷ്യ പിടിച്ചു വെച്ചിരിക്കുന്ന പ്രദേശം റഷ്യക്ക് മാത്രമാണ് സ്വന്തം. ഉക്രൈൻ ഇതിൽ നിന്നും പിന്നിലേക്ക് പോയില്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പ്രദേശം ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന ഒരു തുറന്ന മുന്നറിയിപ്പ് ഇതിനു മുൻപ് നൽകിയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് നൽകിയത്. ഇതിന് ആസ് യൂഷ്വൽ ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് യാതൊരു മറുപടിയും വരികയില്ല. പക്ഷെ അവരുടെ ഓപ്പറേഷൻസ് ഈ സമ്മറൈനെയൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചല്ലോ, അതുപോലെ തന്നെ വീണ്ടും മറ്റു ഏതെങ്കിലും ഒരു ആക്രമണം ട്രൈ ചെയ്യും. പക്ഷെ അമേരിക്കയ്ക്ക് ഇത് നേരിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. എത്രയും പെട്ടെന്ന് ഈ ചർച്ചകൾ അവസാനിപ്പിക്കുക. അങ്ങനെ അവസാനിപ്പിച്ചില്ലെങ്കിൽ അടുത്ത ഘട്ടമായി ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളത് ഒരു മെസ്സേജിലൂടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം വളരെ വലിയൊരു ഇവന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾക്ക് മുൻപിൽ അദ്ദേഹം ഒരു കാര്യം സംസാരിക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ സൈന്യം ബാറ്റിൽ ഫീൽഡിൽ മറ്റൊരു കാര്യമാണ് ചെയ്യുന്നത്. ഇപ്പോൾ അടുത്തിടെ റഷ്യൻ സബ്മറൈൻസിനെ മുക്കിക്കളയാൻ ശ്രമിച്ചു. ഇത് ഉക്രൈന് വലിയൊരു മൂവ്മെന്റായി മാറുകയാണ്. ഇനി റഷ്യ ഒരു റെസ്പോൺസ് കൊടുക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഉക്രൈൻ ചെയ്യുന്നത് ഒരു വിക്ടിം കാർഡ് പൊക്കി കാണിക്കും, റഷ്യ എന്നെ ആക്രമിച്ചു എന്നൊക്കെ. സമാധാന ചർച്ച നടക്കരുത് എന്ന് റഷ്യ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് റഷ്യ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് വിക്ടിം കാർഡ് കളിക്കും. അതായത് ഒരു കുഞ്ഞിനെ നുള്ളിയിട്ട് തൊട്ടിലാട്ടി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് സെലൻസ്കി ഇപ്പോൾ ചെയ്യുന്നത്.
അങ്ങനെയാണെങ്കിൽ റഷ്യ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ശരിയല്ല. എന്നാൽ ഇന്ന് റഷ്യ നടത്തുന്ന ഈ ആക്രമണങ്ങൾ അവർ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സീസ് ഫയറിനെ സമ്മതിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ സെലൻസ്കി തീർച്ചയായും ആ ഒരു സീസ് ഫയർ അംഗീകരിക്കില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് നശിപ്പിക്കാൻ ശ്രമിക്കും. കാരണം ഇതിനു മുൻപും അതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ സമാധാന ചർച്ച നടക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യവും. അവസാനമായി ഈ മെർസനറീസിനെ കുറിച്ച് സംസാരിക്കാം. ഇന്നത്തെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഏകദേശം ഒരു ദിവസം 1500 സൈനികർ മരിക്കുന്നുവെന്നാണ് അമേരിക്കൻ റിപ്പോർട്ട് പറയുന്നത്. ഈ 1500 സൈനികരിൽ കുറഞ്ഞത് 30-35 പേരെങ്കിലും വിദേശ മെർസനറീസ് ആയിരിക്കും. അതിപ്പോൾ റഷ്യയിലായാലും ഉക്രൈനിലായാലും. ഉത്തര കൊറിയയിൽ നിന്നും റഷ്യക്ക് നേരിട്ട് സഹായം ലഭിക്കുന്നുണ്ട്. അത് മെർസനറീസിന്റെ കണക്കിൽ വരില്ല. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന വിദേശത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വരുന്ന മെർസനറീസ്, ഇവരിൽ ഒരു 70 പേരോളം മരിച്ചു എന്നുള്ള വാർത്തയുണ്ട്. സ്കൈ ന്യൂസിൽ ഒരു ദിവസം മുൻപ് വന്ന വാർത്തയിൽ ഇതെല്ലാം പറയുന്നുണ്ട്. അവരുടെ ആർട്ടിക്കിൾ പറയുന്നത് റഷ്യക്ക് വേണ്ടി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും കൂടുതൽ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരെ എല്ലാം ഒരുപാട് ഫോഴ്സ് ചെയ്താണ് കൊണ്ടുവരുന്നത്. ഇങ്ങനൊരു വാർത്തയാണ്. ഇത് സംബന്ധിക്കുന്ന എൻക്വയറീസും ഇതിനകം നടത്തി. കൂടാതെ റഷ്യൻ സൈന്യത്തിൽ ആളുകളെ ചേർക്കുന്നു എന്ന പേരിൽ ഇതിനകം ഒരു 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 4 പേർ പിടിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും ഒരുപാട് ഏജൻസിനെ പിടിച്ചിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ റഷ്യക്കാണ് കൂടുതൽ ആളുകൾ അയക്കുന്നത് എന്നായിരുന്നു തുടക്കത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു സംഭവിച്ചത്. ഓപ്പോസിറ്റ് ഉള്ള ഉക്രൈനാണ് ഇവിടെ നിന്നും ഒരുപാട് ആളുകളെ വിൽക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. ഇത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ്. കാരണം ഇതും ഈ ആളുകളെയൊക്കെ തട്ടിക്കൊണ്ടു പോകുന്നതും എല്ലാം സെയിം തന്നെയാണ്. ആഫ്രിക്കൻ കോണ്ടിനെന്റ്, സൗത്ത് ആഫ്രിക്കയിലൊക്കെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരുപാട് ആളുകൾ പട്ടിണിയിലും ബുദ്ധിമുട്ടിലും ഒക്കെ കഴിയുകയാണ്. അവിടെയുള്ള ഈ ജനങ്ങളെ കുറഞ്ഞ പണം കൊടുത്ത് വാങ്ങുന്നു. എന്നിട്ട് ഇതിനിടയിൽ പ്രവർത്തിക്കുന്ന ഏജൻസ് കൂടുതൽ പണം വാങ്ങി ഇവരെ ഉക്രൈനിലേക്കോ റഷ്യയിലേക്കോ അയക്കുന്നു. ഇതെങ്ങനെയുള്ള ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുമെന്ന് അറിയണ്ടേ? ഉക്രൈൻ അല്ലാത്ത സൈനികർ കുറേയേറെ പേർ റഷ്യയിൽ യുദ്ധ തടവുകാരായി ഉണ്ട്. ഈ ഫോറിൻ മെർസനറീസിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 1500-ലധികം പേർ കഴിഞ്ഞ 3 മാസത്തിൽ മാത്രം റഷ്യൻ കൈകളിൽ അകപ്പെട്ടു. ഇതിൽ കൂടുതൽ ആളുകൾ വീണത് പോക്രോവോസ്കിലും. കൂടാതെ ഇപ്പൊ കൂടുതൽ ആക്രമണത്തിന് വിധേയമായിട്ടുള്ള കാർഖീവ് പ്രദേശത്ത് നിന്നും കൂടുതൽ ആളുകൾ യുദ്ധ തടവുകാരെ പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ റഷ്യൻ സൈനികർ ഒരു 500-1000 മാക്സിമം ഒരു 1000 വരുന്ന ആളുകൾ യുദ്ധ തടവുകാരായി ഉക്രൈൻ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം കൂടുതൽ എണ്ണം ഫോറിൻ മെർസനറീസ് അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് റഷ്യക്ക് വലിയൊരു ആഡഡ് അഡ്വാൻറ്റേജായി മാറും. സൗത്ത് ആഫ്രിക്കയുമായി റഷ്യ ഒരിക്കലും വിലപേശാൻ പോകില്ല. പക്ഷെ ഇവിടെ യൂറോപ്പിലെ പൗരന്മാർ ഇവിടെ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിലെ വ്യക്തികൾ, സൈനികർ, മുൻ സൈനികരായിരുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ആ രാജ്യത്തുണ്ടായിരുന്ന പൗരന്മാർ, ഇവർ റഷ്യൻ കൈകൾ അകപ്പെട്ടു എന്ന് ചിന്തിക്കുക. മാക്സിമം എന്നല്ല, മിനിമം ഒരു 10 പേരെങ്കിലും അകപ്പെട്ടു എന്ന് ചിന്തിക്കുക. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സ്പെയിൻ, ഇങ്ങനെ ഈ രാജ്യങ്ങളിലൊക്കെ മൊത്തത്തിൽ ഒരു 50 പേരുണ്ടെന്ന് ചിന്തിക്കുക. ഇത് വെച്ച് റഷ്യക്ക് ഒരു നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. 50 പേര് വെച്ച് ഇവിടെ എന്ത് വിലപേശാൻ കഴിയുമെന്നൊക്കെ ചോദിച്ചാൽ ഇത് 50 പേരല്ല, ആ രാജ്യത്തിന്റെ പൗരന്മാർ എന്ന കണക്കിലായിരിക്കും വരിക. ആ രാജ്യത്തിലുള്ള ജനങ്ങൾ ഇതിനകം തന്നെ ഉക്രൈനെ എതിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഉക്രൈന് സപ്പോർട്ടായി പ്രവർത്തിക്കാൻ പോയ തങ്ങളുടെ കുടുംബത്തിലുള്ളവർ, ബന്ധുക്കൾ ഇവർ റഷ്യൻ കൈകളിലാണെങ്കിൽ അവർ സർക്കാരിനെതിരെയായിരിക്കും പ്രതിഷേധം നടത്തുക. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ ഈ മെർസനറീസ് യുദ്ധ തടവുകാരെ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അവരെല്ലാവരും ഒരു പ്രധാനപ്പെട്ട റോൾ പ്ലേ ചെയ്യും. അതും ഈ സമാധാന ചർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ പ്ലേ ചെയ്യും. ഇത് റീസെന്റായി ഒരു വലിയ ബോംബ് പോലെ ആയിട്ടുണ്ട്. ഈ 4 പേരെ അറസ്റ്റ് ചെയ്തതായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ 1500-2000 പേർ ഈ 2 വിഭാഗത്തിലും അകപ്പെട്ടത് എത്രയും പെട്ടെന്ന് ഇതൊരു വലിയ ടോപ്പിക്കായി മാറാൻ പോവുകയാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമായും ട്രംപിന് ഒരു തുറന്ന മുന്നറിയിപ്പാണ് റഷ്യ നൽകിയിരിക്കുന്നത്. ഉക്രൈൻ ഒരു ചർച്ചയ്ക്ക് സമ്മതിച്ചില്ല എങ്കിൽ വീണ്ടും ഒരുപാട് സ്ഥലങ്ങൾ ക്യാപ്ചർ ചെയ്യുമെന്ന്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.